ദി അൺസെൻസേർഡ് ഷോയിൽ എന്റെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നു പാലും പഴവും മൂവി വിശേഷങ്ങളുമായി അശ്വിൻ. അശ്വിൻ, വെൽക്കം ടു മൈ ഷോ. അപ്പൊ എല്ലാവരുടെയും നല്ല അഭിപ്രായത്തോടെ ഓടുന്നു സിനിമ. അപ്പം എന്ത് തോന്നുന്നു ഇപ്പോൾ? ഭയങ്കര സന്തോഷം. നമ്മൾ ഈ സിനിമ ആദ്യം മുതൽ പ്ലാൻ ചെയ്യുമ്പോൾ മുതൽ ഇതൊരു എന്റർടൈനർ ആവണം, ഫാമിലി എന്റർടൈനർ, എല്ലാരും കൂടി പടം കണ്ടിറങ്ങുമ്പോൾ ഹാപ്പി ആയിട്ട് ഇറങ്ങണം, ഇതായിരുന്നു നമ്മുടെ പ്ലാൻ. അപ്പം അത് എല്ലാവരിൽ നിന്നും നമ്മൾ തിയേറ്റർ വിസിറ്റ് ചെയ്യുമ്പോൾ ഓരോരുത്തർ നമ്മളെ വിളിച്ച് പറയുമ്പോൾ അത് കിട്ടുന്നുണ്ട്. അത് ഭയങ്കര സന്തോഷം. നമ്മൾ ഈ പ്രതീക്ഷിച്ചിട്ട് അത് കിട്ടുമ്പോൾ ഇതുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ പാലും പഴവും എന്നുള്ള സിനിമയിലേക്ക് എത്തിയതിനെ പറ്റി പറയോ? പാലും പഴം സിനിമയിലേക്ക് എത്തിയത് ഇതിന്റെ തൊട്ടു മുന്നത്തെ സിനിമയായ അനുരാഗം ഞാൻ എഴുതിയ സിനിമയാണ്. ആ സിനിമയുടെ ഒരു സോങ് ഇതിന്റെ പ്രൊഡ്യൂസർ കാണാൻ ഇടയായി. അപ്പോൾ ഇത് ഏതാ പടം എന്നുള്ള രീതി, കാരണം ആ സിനിമ 2018 കൂടെ ടൈമിലായിരുന്നു റിലീസ്. അപ്പം നമുക്ക് തിയേറ്ററിൽ അത്ര ഒരു നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ ഇതായിപ്പോയി. അപ്പം അത് കഴിഞ്ഞ് ഇത് OTT ഇറങ്ങിയപ്പോഴാണ് എല്ലാവരും കണ്ടു തുടങ്ങി. പ്രൊഡ്യൂസർ അങ്ങനെ ആ സമയത്ത് OTTയിൽ സിനിമ കണ്ടു. സിനിമ കണ്ടിട്ട് VKP സാറിനോട് എന്നെ പറ്റി സജസ്റ്റ് ചെയ്തു. അപ്പോൾ സാറിൻ്റെ മകള് അനുരാഗം കണ്ടിട്ടുണ്ടായിരുന്നു, സാറിൻ്റെ ടീം എല്ലാവരും അനുരാഗം കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ പറ്റി സംസാരം വന്നു. അങ്ങനെ സാറ് കണ്ടു, നമ്മളെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, കഥ കേട്ട് നോക്കി ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ഒന്നിച്ച് വർക്ക് ചെയ്യാം. ഭയങ്കര റെസ്പെക്റ്റോടെ അവളോട് സംസാരിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെയാണ് ഇതിലേക്ക്. അപ്പൊ ശരിക്കും ഇങ്ങനെ നമ്മുടെ വർക്ക് കണ്ടിട്ട് ഇത്രയും എന്താ പറയണ്ടേ സീനിയേഴ്സ്, ആ ഇൻഡസ്ട്രിയിലുള്ള സീനിയേഴ്സ് വന്ന് വിളിക്കുകയൊക്കെ ചെയ്യുമ്പം അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് കിട്ടുമ്പം അപ്പം ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത് എന്തിനെ പറ്റി ആലോചിച്ചിട്ടാ? ഞാൻ ഗിവ് അപ്പ് ചെയ്യത്തില്ല എന്ന് വിചാരിച്ച മൊമെന്റുകളുണ്ടല്ലോ, ആ മൊമെന്റ് ആണ് ഞാൻ ചിന്തിച്ചത്. കാരണം നമുക്ക് ഈ നടക്കത്തില്ല എന്ന് വിചാരിച്ച കുറെ മൊമെന്റ്സുകൾ നമ്മുടെ ഈ യാത്രയിൽ ഉണ്ടാവുമല്ലോ. അവിടെ നോക്കാം എന്ന് പറഞ്ഞ പോയില്ലേ, ആ മൊമെന്റ് ആയിരിക്കും. ആ ഇതാണ് പെട്ടെന്ന് മൈൻഡിൽ വരുന്നത്. ലൈക്ക് നമ്മൾ പറയത്തില്ലേ, ഈ നമ്മൾ ചെയ്യുന്ന വർക്ക് ഒരു പോയിന്റ് നമുക്ക് എന്തെങ്കിലും ഒരിക്കലും അത് തിരിച്ച് വരുമെന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുമല്ലേ. അത് പിന്നെ എനർജി കിട്ടും. അത്രേ ഉള്ളൂ. ഇപ്പൊ അനുരാഗത്തിലെ കുറെ റീൽസുകൾ ഇങ്ങനെ ഭയങ്കര ട്രെൻഡിങ് ആണ്. അതിലെ പല ഡയലോഗുകളൊക്കെ നീയോ മറ്റേ അതന്നെ, ആ ഡയലോഗൊക്കെ ഇത്രയും ഹിറ്റ് ആകുന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, അത് വെറുതെ ആ നേരം ഞാനും അവനും കൂടി മൂസി എന്ന് പറഞ്ഞ ഞങ്ങള് വെറുതെ ആ ഒരു മൊമെന്റില് അപ്പൊ തന്നെ റൈറ്റ് ചെയ്യുന്ന ഒരു സീനാണ്. ചുമ്മാ അവിടെ ചെയ്ത് പോയ സീനാണ്. നമ്മളിങ്ങനെ വെറുതെ അതിന്റെ ടീച്ചറിന്റെ കൂടെ ഒന്ന് ചുമ്മാ ഇട്ടു. പക്ഷെ അത് അല്ല, അതാണ് നമുക്ക് അറിയില്ലല്ലോ. അതാ പറഞ്ഞ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞൊരു കാര്യം, നമ്മൾ ചില കാര്യങ്ങൾ പ്രതീക്ഷിച്ചിട്ട് നമുക്ക് അത് കിട്ടുമ്പോൾ സന്തോഷം ഉണ്ടല്ലോ. അതിപ്പോ ഈ സിനിമ കിട്ടുന്നുണ്ട്. നമ്മൾ വിചാരിച്ച ചില പോയിന്റുകളിൽ തന്നെ ആളുകൾ റിയാക്ട് ചെയ്യുന്നു, ചിരിക്കുന്നു, മോശനാവുന്നു എന്നൊക്കെ പറയുന്ന സിനിമ എന്ന് പറയുന്നത് അതാ. നമുക്ക് ഒരിക്കലും ഒന്നും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഇടയ്ക്ക് അത് കറക്റ്റായി വരും. അപ്പൊ ഭയങ്കര. അതെ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അതായത് നമ്മളൊരു കാര്യം പ്രതീക്ഷിച്ച് ചിലപ്പോ അതേ റെസ്പോൺസ് കിട്ടിക്കോളണമെന്നില്ലല്ലോ. അങ്ങനെ കിട്ടാതിരിക്കുമ്പം പിന്നീട് അങ്ങോട്ട് ഒന്ന് പോവാനുള്ള ഒരു ഫയർ എന്താണ്? ഈ കിട്ടാതിരിക്കുന്ന ഒരു ചിലപ്പോ ഒരു ദിവസം 2 ദിവസം ചിലപ്പം നമ്മൾ ഭയങ്കര ഇതാവും, നമ്മൾ തന്നെ നമ്മളോട് ചോദ്യം ചെയ്യും. പക്ഷെ എന്തോ അറിയില്ല, ഒരു 3-ാം ദിവസം ആകുമ്പോഴത്തേക്കും നമ്മൾ എന്താ അറിയോ, ഈ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ അങ്ങ് വിശ്വസിച്ചിറങ്ങുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ വിശ്വസിച്ചിറങ്ങിയുണ്ട്. ഇപ്പം നമ്മൾക്കിപ്പോൾ ഒരു സങ്കടം ഉണ്ടെന്നുള്ളത് വെക്കുക, നമ്മളത് പുറത്ത് കാണിച്ചാൽ നമ്മളടുത്ത് ഒരാൾ ഇപ്പം നമ്മളോട് വന്ന് എന്ത് പറ്റി, ഓക്കെ ആണോ, അപ്പോൾ വേറെ ഒരാൾ വന്ന് ചോദിക്കും, ഇപ്പം നമ്മൾ ഭയങ്കര ചിരിച്ച് ആരും നമ്മളോട് എന്തെങ്കിലും ചോദിക്കുമോ? ഇല്ല. എന്ത് പറ്റിയെന്നൊന്നും ചോദിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഇതേ സാധനം തന്നെയാണ് നമ്മുടെ ഉള്ളിലും വരുത്തേണ്ടത്. നമ്മുടെ ഉള്ളിലും നമ്മൾ ഡൗൺ ആയെന്ന് ചിന്തിച്ചാൽ നമ്മുടെ എല്ലാം നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും, നടക്കത്തില്ല, പറ്റത്തില്ല, പോകത്തില്ല, എന്ത് വരാൻ, ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനെ ഒന്ന് കള്ളത്തരം പറഞ്ഞുണ്ടല്ലോ, അത് മാറും. അപ്പൊ തന്നെ നമ്മുടെ കൺമുന്നിൽ തന്നെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കും, നമുക്ക് വഴികൾ ഇങ്ങനെ തുറന്നു വരും. അത് എല്ലാം നമ്മുടെ ഉള്ളിലെ ഇതാണ്, നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നെക്സ്റ്റ് ഇനിയും വഴിയുണ്ട് ചിന്തിച്ചാൽ എല്ലാം നടക്കും. അപ്പൊ ഏറ്റവും ഒരു ലോ പോയിന്റ് അശ്വിന്റെ ലൈഫിൽ വന്നത് എപ്പോഴാണ്? എപ്പോഴും ഉണ്ട്, എല്ലാ മൊമെന്റ്സിലും നമുക്ക് ഒരു ലോ പോയിന്റ് കഴിഞ്ഞ് പിന്നെ ഒരു ഹൈ എന്ന് പറയുന്നത്, അത് നമ്മൾ സിനിമയിലെ എൻഡിങ് പടം തീരാൻ വേണ്ടി നമ്മൾ എഴുതി വെക്കുന്നതാ. ഇനി ഇത് അങ്ങോട്ട് അവൻ സെറ്റായി, രക്ഷപ്പെട്ടു, പിന്നെ ആ ഹൈ പോവും, പിന്നെ ഒരു ഡൗൺ പോയി. എനിക്ക് ഓരോ മൊമെന്റ്സ് ഉണ്ട്. ഇപ്പം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്,
എൻജിനീയറിങ്ങിന്റെ പരിപാടി കഴിഞ്ഞ് അത് വേണോ സിനിമ വേണോ എന്ന് പറയുന്ന അന്ന് വീട്ടിലൊക്കെ ഉള്ള ഒരു വലിയൊരു ഇഷ്യൂ നടക്കുന്ന ഒരു ഇതുണ്ട്. അന്ന് ഞാൻ പറഞ്ഞു ഞാനൊരു മോശം ആക്ടറാണെന്ന് പ്രൂവ് ചെയ്യുന്ന ആ ഡേ ഞാൻ ഈ ആഗ്രഹം നിർത്തിക്കോളാം. പക്ഷെ എനിക്ക് എൻ്റെ വിശ്വാസം ഞാൻ ആക്ടർ ആവുമെന്നാണ്. എനിക്ക് ഈ അടുത്ത് തന്നെ സിനിമ കിട്ടും എന്ന് പറയുമ്പോഴാണ് ക്വീൻ്റെ ഓഡിഷനിൽ നിന്ന് എന്നെ സെലക്ട് ആയെന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ലിറ്ററലി ആ ഒരു വഴക്കം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വീട്ടിൽ. അതൊരു മൊമെന്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് ക്വീൻ കഴിഞ്ഞിട്ട് സിനിമ വന്നിട്ട് നമ്മളെ തേടി നല്ല സിനിമകൾ നമുക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ എന്തോ തരം ഒരു ക്യാരക്ടർ ഇല്ലാത്ത ക്യാരക്ടേഴ്സൊക്കെ നമ്മളോട് പറയുന്നു. എന്നോട് ചില സീനിലൊക്കെ കഥ പോലും നിങ്ങൾ കോമഡി ചെയ്യുന്ന ഒരു സാധനമാണ്, വന്ന് കോമഡി ചെയ്തിട്ട് പോകണം. ഇങ്ങനൊക്കെ ഉള്ള രീതിയിലൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ആ മൊമെന്റിലാണ് ഞാൻ തീരുമാനിച്ചത് ഞാൻ എഴുതിയിട്ട് ഞാൻ അതിനു വേണ്ടി നടക്കാം. അപ്പോൾ എഴുത്ത് കഴിഞ്ഞപ്പോൾ എനിക്കറിയില്ല, എഴുതുന്നതിന് തൊട്ട് മുന്നേ വരെ ഞാൻ എഴുതുന്ന കറക്റ്റാകും പോലും എനിക്കറിയില്ല. എഴുതിയിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുന്ന ആ ഫസ്റ്റ് റിയാക്ഷനിൽ നിന്ന് തുടങ്ങുന്നത്. അവിടെ നിന്ന് ഞാൻ പോയി പ്രൊഡ്യൂസേഴ്സിനോട് പറയുന്നു. അപ്പോൾ ചില പ്രൊഡക്ഷൻസിൽ ഭയങ്കര സന്തോഷം, ഇഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഉടനെ പറയും ഞാനാണ് ആ ക്യാരക്ടർ. അയ്യോ മോനെ അത് എന്നൊക്കെ പറയുമ്പോൾ സാറ്റലൈറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല, എല്ലാം ഇത് ബിസിനസ്സാണ്. അപ്പം ഞാൻ പറയും ഓക്കെ ചേട്ടാ കുഴപ്പമില്ല ഞാൻ പൊക്കോളാം വേറെ എന്ന് പറഞ്ഞ്. അങ്ങനെയാണ് സത്യം ഓഡിയോസും സുധീഷ് ഏട്ടനും ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് അത് പ്രൊഡ്യൂസ് ചെയ്യും. ആ സിനിമ അത് പ്രൊഡ്യൂസ് ചെയ്ത് അത് തിയേറ്റർ ഇതാണ് ഞങ്ങളുടെ സിനിമ ഒരു സേഫ് വെഞ്ചറായിട്ടാണ് എനിക്കത് ഞങ്ങൾക്ക് റിലീസ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഇതെല്ലാം നമുക്ക് സംഭവിച്ചത് നമ്മളിങ്ങനെ ഈ സെൽഫ് ബിലീഫും ഈ സാധനത്തിൻ്റെ. അപ്പം ഈ ഓരോ മൊമെൻറ്റുകളിലും ഡൗൺ ഉണ്ടായിട്ടുണ്ട്. ചോദ്യം ചെയ്യും നമുക്ക് പറ്റുമോ, നമ്മുടെ ഈ സ്ക്രിപ്റ്റ് എൻ്റെ കയ്യിലിരിക്കുമ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട് വെറുതെ എഴുതിയിട്ടിത് ഒന്നും ആയില്ലല്ലോ. അപ്പം നമ്മൾ അടുത്ത് ഇന്ന ഒരു ഡോറുണ്ട്, ഇവിടെ പോവാം ഇതാണ് പറഞ്ഞത്. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ആ പടം ഇറക്കിയ ദിവസമാണ് 2018 കൂടെ ഇറങ്ങിയത്. അത് ആ ചേട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്ത സിനിമയാണ്. അപ്പം അവർക്ക് ആ സിനിമ വലിയൊരു വിജയമായിരുന്നു. നമ്മൾ എന്ത് പ്രൊമോട്ട് ചെയ്താലും എത്താത്തൊരു രീതിയിലായിരുന്നു നമ്മൾക്ക് പൊക്കോണ്ടിരുന്നത്. അപ്പോഴും ഞാൻ ഇതേപോലത്തെ ഒരു ഡൗൺ ആവുന്ന ഒരു കൺഫ്യൂഷനാണ്. കാരണം നമ്മൾ ഒരു സിനിമ ഓണാകുക, ഒരു സിനിമ ഓണാക്കിയുണ്ടല്ലോ, ഞാൻ പറയാം അയാൾ സക്സസ്ഫുൾ മാൻ. കാരണം ഓണാക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. അത് തന്നെ വലിയൊരു പ്രോസസ്സാണ്. അതൊക്കെ കഴിഞ്ഞാണ് നമ്മളൊരു തിയേറ്റർ എന്ന് പറയുന്നത്. അപ്പോഴാണ് ജനങ്ങൾ അതിനെ പറയുന്നത്. പക്ഷെ ഞാൻ പേഴ്സണലി നമ്മൾ ഈ സ്ട്രഗിൾ ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നത്. അപ്പം ആ സിനിമ കഴിഞ്ഞ് ഇതിങ്ങനെ പോയി, പിന്നീട് അത് OTT വന്നപ്പോൾ എല്ലാവരും ഇതിങ്ങനെ പറയാൻ തുടങ്ങി. അപ്പോഴും എനിക്ക് വേറെ വെച്ചാൽ ചിലരൊക്കെ എന്നോട് പറയുന്നത് നല്ല സിനിമയാണ് എന്ന് പറയുന്നത്. ഞാൻ സന്തോഷിക്കണം ഇതാവണം ഓക്കെ ആ രീതിയിലാണ്. എങ്ങനെ കണ്ടു, ഇങ്ങനെ ഓൺലൈനിൽ കണ്ടു, ഓക്കെ ചില ടെലഗ്രാമിലൊക്കെ കണ്ടെന്നും പറയും. കണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ പോവും. അപ്പോഴാണ് ഇതുപോലെ നമ്മുടെ ഈ പ്രൊഡ്യൂസർ ഈ സിനിമ കാണുകയും പിന്നെ നമ്മളെ ഇതിലേക്ക് വിളിച്ചത്. ഭയങ്കര ഹാപ്പി. കാരണം ഞാൻ അത് എഴുതുമ്പോൾ എൻ്റെ മൈൻഡ് ഒറ്റതുള്ളൂ. ഇത് കണ്ട് എനിക്ക് ഒരു പടം വേറൊരാൾ എനിക്ക് വേണ്ടി എഴുതിയ ഒരു പടം ഒരാൾ തന്ന ഭയങ്കര, അപ്പോഴാണ് എനിക്ക് ഈ സിനിമ കിട്ടുന്നത്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് ആ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര ഹാപ്പി ആയിപ്പോയി. കാരണം വേറൊരാൾ നമുക്ക് വേണ്ടി ഒരു സീൻ തരുന്നു, ഡയലോഗ് തരുന്നു, ഇനി ഇതിൻ്റെയൊക്കെ പുറമെ നമുക്ക് ശമ്പളം തരും. ഒന്ന് ആലോചിച്ച് നോക്കിയാ അതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. അപ്പം ഇനിയും കാണും, ഇനി അടുത്ത ഡൗൺ പോയിന്റ് ഇനിയും വരും. എല്ലാം നമ്മൾ സ്ട്രഗിൾ ചെയ്താൽ പറ്റും. അതെ, സാധാരണ നമ്മൾ എപ്പോഴും പറയില്ലേ നമുക്കൊരു ഗോ ടു പേഴ്സൺ എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ഒരു ഗോ ടു പേഴ്സൺ ഉണ്ടെങ്കിൽ അശ്വിൻ ആരാണ്? എൻ്റെ വൈഫ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. വൈഫാണ് എൻ്റെ വൈഫ്. പിന്നെ പപ്പ, മമ്മി, പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിളും. ഞങ്ങളെല്ലാവരും തന്നെ ഒരു കട്ട കമ്പനിയാണ്, ഞങ്ങൾ കട്ട ഒരു ടീമാണ്. അപ്പം അതെല്ലാം ഇതുണ്ട്. ഞാൻ പറഞ്ഞു വൈഫിനെ പറയുന്നത് വെച്ചാൽ കുറേ നേരം നമ്മൾ എന്ന് പറയുന്നത് നമ്മളോട് ഒരു കണക്ഷനും ഇല്ലാതെ നമ്മളുടെ ലൈഫിലേക്ക് വരുന്ന ഒരാളല്ലേ. അപ്പം നമ്മുടെ ഈ വട്ടും ഭ്രാന്തും ഇതൊക്കെ മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, വൈഫിന് തന്നെയാണ് അതിന്റെ. ഇത് നീണ്ട വർഷത്തെ ഒരു ലവ് അല്ലേ, അതിനുശേഷം നിങ്ങൾ ഒന്നിക്കുന്നു. ആ ഫോട്ടോ അല്ലെങ്കിൽ അതിൽ എഴുതിയിരിക്കുന്ന ക്യാപ്ഷൻ ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രമാത്രം അത് കൊണ്ടു നടന്നു എന്നുള്ളത്. സോ നിങ്ങളുടെ ലവ് സ്റ്റോറി എങ്ങനെയായിരുന്നു? വളരെ നോർമലായ സ്കൂളിൽ പഠിക്കുമ്പോൾ ഓപ്പോസിറ്റ് ബെഞ്ചിൽ ഉള്ള ഇത്, ഞങ്ങളുടെ സാറ് ഒരു കെമിസ്ട്രി സാറ്, പുള്ളി ചളി അടിച്ചോണ്ടിരിക്കും ഇടയ്ക്ക്. നമ്മൾ ഈ കൂട്ടുകാരെല്ലാം കൂടി അങ്ങോട്ട്
പുള്ളി എന്താ ഈ പറയുന്നതെന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്ത് ഈ പറയുന്ന പോലെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു പെണ്ണ് ഭയങ്കര ചിരി. നമ്മൾ മറ്റേ ആരാണ് ഇതൊക്കെ ചിരിക്കുക എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഇവള് ചിരിക്കുന്നതാണെന്നോ എനിക്ക് ആ സീക്വൻസ് എപ്പോഴും ഓർമ്മയുണ്ട്. ചിരിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, അതാണ് ഫസ്റ്റ് ഇഷ്ടപ്പെട്ടത്. ഓക്കെ, അപ്പോൾ ഈ ചിരി ഇഷ്ടപ്പെട്ടു. ഇത് കഴിഞ്ഞു അപ്പോഴേ നമുക്ക് ഈ മറ്റേതുണ്ട്, ഈ ഒരുപാട് ഇങ്ങനെ ആദ്യം ഫ്രണ്ടായി പിന്നെ ഇതായി എന്നൊക്കെ നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്രണ്ട് സോണിൽ പോകും. അതുകൊണ്ട് 2-ാം ദിവസം തന്നെ ഇഷ്ടമാണ്. ഇഷ്ടമെന്ന് പറഞ്ഞു, ഇഷ്ടമല്ല എന്നും പറഞ്ഞു, എല്ലാം പെട്ടെന്നായിരുന്നു. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന വളരെ വൃത്തിയായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ, അതുപോലെ ഞാൻ കുറച്ച് നാളൊന്ന് നടന്നു. ഒരു പോയിന്റിൽ എന്നോട് ഇഷ്ടമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളുടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നത്തെ വേറെ കാര്യം എന്ന് വെച്ചാൽ അവൾ എന്നൊക്കെ ഒരു 6 months മൂത്തതാ. അപ്പൊ നമ്മൾ ഈ ഒരേ ക്ലാസ്സിൽ പഠിക്കുമ്പോ അങ്ങനത്തെ സാധനം ഉണ്ട്. അപ്പൊ ഞാൻ ഈ ഓട്ടോഗ്രാഫില് 1990 ഞാൻ എന്റെ ഇയർ അവളൊക്കെ മുന്നിലാക്കി 93 ഇതൊക്കെ എഴുതി വെച്ച്. എന്നിട്ട് ഞങ്ങൾ ഇതായി കഴിഞ്ഞിട്ടാണ് 2 മാസം കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്നൊക്കെ 6 മാസം മൂത്ത. അപ്പൊ അവള് ഒരു പട്ടി ഇത് വിളിച്ചാൽ തുടങ്ങും. ഞാൻ പറഞ്ഞു അങ്ങനത്തെ ഒരു ഞങ്ങളുടെ ഒരു റിലേഷൻ എന്ന് പറയുന്നത് അതാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ എനിക്ക് തോന്നുന്നു അത് ഇത്രയും നാൾ അതിന്റെ ഒരു പോക്ക് എന്തുകൊണ്ടാന്ന് വെച്ചാല് ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെ വളർന്നു. അപ്പം നമ്മൾ ഈ തുടക്ക സമയത്ത് നമ്മൾ പ്രണയിച്ച അതേ രീതി സ്റ്റൈല് അതായിരിക്കില്ല പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ. ഇത് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയ ഈ നമ്മുടെ ഈഗോ, നമ്മളെന്നുള്ള ഈഗോയ്ക്ക് അപ്പുറമായിട്ട് നമ്മുടെ സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം പറ്റത്തുള്ളൂ. അതുണ്ടെങ്കിൽ ഇതിങ്ങനെ ആ ഒരു ഫ്ലോയിൽ പോകും. അതാണ് ഞങ്ങൾ ഇത്ര നാളായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം. വൈഫിൽ ഇപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്വഭാവം ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? എന്റെ സ്വഭാവമാണോ അല്ലെ വൈഫിന്റെ ഇഷ്ടപ്പെട്ട സ്വഭാവം? വൈഫിന്റെ ഇഷ്ടപ്പെട്ട സ്വഭാവം ആരെയും ജഡ്ജ് ചെയ്യത്തില്ല, ഒറ്റയടിക്ക് അങ്ങനെ വന്ന്. പിന്നെ ബേസിക്കലി അവള് അങ്ങനെ കുറ്റം പറയുന്ന ഒരു പരിപാടി പൊതുവെ ഇല്ല. ഇങ്ങനെയാണ് ഇതിലിങ്ങനെയാണ് അങ്ങനത്തെ സാധനമൊന്നും ഇല്ല. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പോലും അത് ഒന്ന് പറഞ്ഞിട്ട് വിടുന്നവരോ അങ്ങനെ ജഡ്ജ് ചെയ്തില്ല. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റിയാണ്. പിന്നെ എൻ്റെ ഈ പറയുന്ന പോലെ എൻ്റെ ഈ ചില ഡ്രീം എന്നൊക്കെ പറയുന്ന ഒരു ഇപ്പൊ നമ്മൾ അന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നത് എന്തോ സിനിമ ആക്ടർ ആവുന്നു, ഇത് ചെയ്യുന്നു. ഞാൻ പറയും ഇന്ന ഏജിൽ ഞാൻ ബോളിവുഡിൽ ഒന്നും ചെയ്യുന്നുണ്ട്, പിന്നെ അത് എഴുതി ഇങ്ങനെയൊക്കെ ഞാൻ ഈ ഫോണിൽ ഇതൊക്കെയാ പറയുന്നേ. അപ്പോ അവള് നടക്കും പരിപാടി സെറ്റ് ആവും എന്നൊക്കെ പറഞ്ഞിട്ടേ. ഇപ്പൊ ഞാൻ ചിലപ്പോ ചില പാട്ടൊക്കെ ചുമ്മാ ഉണ്ടാക്കും, ട്യൂൺ ഉണ്ടാക്കി പാട്ടുണ്ടാക്കുക ഒക്കെ ചെയ്യും. അതൊക്കെ അവളും അതിന്റെ കൂടെ നിന്ന് ലിറിക്സ് ഒക്കെ എഴുതി ഞങ്ങള് അങ്ങനൊക്കെ ഒരു ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഇതിന്റെ ഒരു ഇതാണ്. പിന്നെ കുറച്ചുകൂടി ഒന്നും എന്റെ അത്ര ലൗഡ് അല്ല, സൈലന്റ് ആയിട്ടുള്ള ഒരാളാണ്. ഓക്കെ, ഇപ്പൊ പാലും പഴലേക്ക് തിരിച്ചു വരുമ്പം ഇത് കാണാത്ത കുറെ ആളുകൾ ഉണ്ടാവും. അപ്പൊ ആ ക്യാരക്ടറിനെ പറ്റിയിട്ടൊരു ചെറിയൊരു ഷോർട്ട് പറയോ? പാലുംപഴം സിനിമ ഒരു 23 വയസ്സുകാരൻ, അതാണ് എൻ്റെ ക്യാരക്ടർ സുനിലിന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുനിലിന് പെട്ടെന്ന് രക്ഷപ്പെടണം, ലൈഫിൽ പെട്ടെന്ന് സെറ്റ് ആവണം. ഇതിനു വേണ്ടി പുള്ളി പല മാർഗങ്ങളും നോക്കുന്നു. സ്വന്തം വീട്ടിൽ പുള്ളിക്ക് ഒരു ഐഡന്റിറ്റി ഇല്ലാത്ത ഒരു സാധനം പുള്ളി എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് പുള്ളിയുടേതായ വഴികൾ നോക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു അത് പെട്ടെന്ന് എല്ലാവർക്കും റിലേറ്റ് ആവുന്ന ഒരു ക്യാരക്ടർ. ആ ക്യാരക്ടർ കേട്ടപ്പോൾ തന്നെ എനിക്ക് തന്നെ പെട്ടെന്ന് എല്ലാവരും കണക്ട് ആവുന്ന കുറെ സാധനമുണ്ട്. അതുകൊണ്ടാണ് ആ ക്യാരക്ടർ എനിക്കൊരു സ്പെഷ്യലായിട്ട് ഇരുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള ഒരു സുനിലിന്റെ ക്യാരക്ടർ, അവനിൽ വരുന്ന ഒരു ചേഞ്ച്, അവൻ പോകുന്ന ഒരു ഇത് പ്രീച്ച് അല്ലാത്ത രീതിയിൽ അതിനകത്ത് പറയുന്നുണ്ട്. അത് ഭയങ്കര ഭംഗിയുള്ള ഒരു പരിപാടിയാണ്. ജനങ്ങളോട് പറയുന്നതാണെങ്കിൽ ഞാൻ പറയും നിങ്ങളുടെ കൂട്ടുകാരും എല്ലാം അങ്ങനത്തെ ഒരു ചങ്കാണ് ഈ സിനിമയിലെ ക്യാരക്ടർ. അതെ, പിന്നെ കൊറേ മറ്റേ കള്ളത്തരം പറയാന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ. അത് അങ്ങനത്തെ ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മളും ജീവിതത്തിൽ എപ്പോഴെങ്കിലൊക്കെ ഇതുപോലെ കുറെ കള്ളത്തരം പറഞ്ഞിട്ടുണ്ടാവും. അത് എത്രമാത്രം എൻജോയ് ചെയ്തിരുന്നു അത്തരത്തിലുള്ള സീനുകളൊക്കെ ചെയ്യുമ്പോൾ? ഈ കള്ളത്തരം അഭിനയിക്കുമ്പോൾ സംഭവം എന്ന് വെച്ചാലേ, നമ്മൾ അഭിനയിക്കുന്നത് കള്ളത്തരമാണെന്ന് നമ്മൾ അഭിനയിക്കുന്ന കള്ളത്തരമാണല്ലോ. പക്ഷെ ആ ക്യാരക്ടറിനോട് നമ്മൾ സത്യസന്ധമായിട്ട് നമ്മളത് പറയുകയും വേണം. ആക്ച്വലി അതൊരു ഇച്ചിരി ടഫ് അങ്ങനത്തെ ഒരു സീക്വൻസ് ആണ് അതിനകത്ത്. ഈ കള്ളം പറയുന്ന സീൻ നമ്മൾ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അത് ഈ സിനിമയിൽ എനിക്ക് കുറെ അങ്ങനത്തെ കുറെ സാധനം എനിക്ക് തോന്നുന്നു. അതൊക്കെ ഭയങ്കര തിയേറ്ററിൽ തന്നെ അതൊക്കെ ഭയങ്കര എല്ലാരും ഭയങ്കര രസിച്ച് കണ്ടുകൊണ്ടിരുന്ന സാധനം. പിന്നെ കള്ളം പറയാൻ നമ്മളെല്ലാരും ചെയ്യുന്ന ഒരു സാധനമാണ്.
അതിൽ ഈ സിനിമയിൽ അമ്മ മകൻ റിലേഷൻഷിപ്പ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം റിയൽ ലൈഫിൽ അമ്മയായിട്ട് എങ്ങനെയാണ്? ഇപ്പൊ ഈ സിനിമയിലെ അമ്മ എന്ന് പറഞ്ഞാൽ മോനെ വാവേ എന്നൊക്കെ വിളിച്ചിട്ടുള്ള ഒരു അമ്മയാണ്. എൻ്റെ അമ്മ അങ്ങനല്ല. എൻ്റെ അമ്മ മറ്റേ ഞാൻ മമ്മിയോട് പറയും, മമ്മി എന്താ ഒരു കവിയൂർ പൊന്നമ്മ അമ്മ ആവാത്ത, മമ്മി എപ്പോഴും ഒരു KPS ലളിത അമ്മ. KPS ലളിത മാം അഭിനയിക്കുന്ന അമ്മ കണ്ടിട്ടില്ലേ? എടാ നീ പോടാ, ആ ഒരു മൂടുണ്ടല്ലോ. ഈ കവിയൂർ പൊന്ന അമ്മ ആ പുള്ളിക്കാരി അമ്മ ആവുമ്പോ കണ്ടിട്ടില്ല, ഉണ്ണി മോനെ, നമ്മുടെ മമ്മി അങ്ങനല്ല. അപ്പൊ ഞാൻ എപ്പോഴും അത് ചോദിക്കാറുണ്ട്. അപ്പൊ ഇതില് എനിക്ക് പൊതുവെ എനിക്കുണ്ടല്ലോ, എനിക്ക് അമ്മ മകൻ കോമ്പിനേഷൻ അങ്ങനത്തെ സീക്വൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മമ്മി ഞാൻ ഭയങ്കര കണക്റ്റഡാ. അത് ശരിക്കും അത് ഭയങ്കരമായിട്ട് കാണാനും ഉണ്ടായിരുന്നു. ഈ അമ്മയും മകനും അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നു എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പം മീര ജാസ്മിൻ ഈ ഒരു സിനിമയില് എല്ലാവരും മെജോറിറ്റി ആളുകളും പറയുന്നൊരു കമന്റ്, നമുക്ക് പണ്ടത്തെ മീര ജാസ്മിന്റെ സിനിമകളിലുള്ള ഒരു ക്യാരക്ടറിന്റെ ഒക്കെ എനർജി സാധനങ്ങളൊക്കെ കിട്ടിയെന്നുള്ളത്. അപ്പം മീര ജാസ്മിൻ വന്ന സമയത്ത് എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, മഞ്ജു വാര്യർ കഴിഞ്ഞിട്ട് അടുത്തൊരു നായിക എന്ന് പറഞ്ഞിട്ടൊരു ടൈറ്റിൽ കിട്ടിയൊരു ആളാണ്. അപ്പൊ മീര ജാസ്മിന്റെ കൂടെ ഉള്ള വർക്കിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ, ഭയങ്കര അടിപൊളി ആക്ട്രസ് ആണ് അവര്. അവരുടെ കൂടെ അഭിനയിക്കുമ്പോ എന്നുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഈ ആ സീൻ ഉണ്ടല്ലോ, നമ്മള് ഒരു സീന് അവര് വളരെ എഫോർട്ട്ലെസ് ആയിട്ട്, എനിക്കറിയില്ല അവർ ഇന്റേണലി അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടോന്ന് പോലും എനിക്കറിയില്ല, പക്ഷെ എനിക്ക് കണ്ടിട്ട് തോന്നുന്നില്ല, ഭയങ്കര എഫോർട്ട്ലെസ് ആയിട്ട് അവർ അത് പെർഫോം ചെയ്യുന്ന കാണുമ്പോൾ അപ്പൊ നമ്മളും കൂടെ അഭിനയിക്കുമ്പോൾ നമ്മളും പെർഫോം ചെയ്ത് പോകും, നമ്മളെ ആ സോണിലോട്ട് അത് എത്തിപ്പോവും. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ ഒരു ആക്ട്രസിന്റെ കൂടെ ഇങ്ങനെ ആവും എന്നുള്ള രീതിയിൽ ഞാൻ അഭിനയിക്കുന്ന എനിക്കൊരു ഫീൽ ചെയ്യുന്ന ഫസ്റ്റ് ടൈമാണ്. ഭയങ്കര രസമായിരുന്നു അവരുടെ കൂടെ അഭിനയിക്കുക. അതിന്റെ കൂടെ നമ്മളെ ഒരു സീനിയോറിറ്റി പരിപാടി ഒന്നും നമ്മുടെ അടുത്തില്ല, നമ്മുടെ അടുത്ത് ഭയങ്കര കൂട്ടായി. ഇപ്പം എന്നോട് VKP സാർ ആദ്യമേ പറഞ്ഞു, നീ മീര ചേച്ചി എന്ന് വിളിക്കരുത്, നീ പേര് വിളിച്ചാൽ മതി, നിങ്ങൾ ക്യാരക്ടർ ഇങ്ങനെയാണ്, നീ അങ്ങനെ വിളിച്ചാൽ മതി. നമുക്ക് പക്ഷെ അങ്ങനെ വിളിക്കാൻ ഞാനപ്പോ ഒരു 5-6 ദിവസം എടുത്ത് ഞാൻ മറ്റേ മൂളലൊക്കെ അത് ഓക്കെ ഇങ്ങനെയൊക്കെ സൗണ്ടുകളൊക്കെ ഇട്ടിട്ടാണ് ഞാൻ സംസാരിച്ചോണ്ടിരുന്നത്. അപ്പൊ ഒരു ദിവസം എന്നോട് ചോദിച്ചു, എന്ത് പറ്റി, എന്താ പ്രശ്നം, എന്തായാലും അറിയോ ഓക്കെ. ഞാൻ പറഞ്ഞു, ഞാൻ എന്താ വിളിക്കണ്ടെന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, മീര ജാസ്മിൻ അങ്ങനെ വിളിച്ചാൽ ഓക്കെ. അപ്പൊ അപ്പം മുതൽ ഞങ്ങള് സെറ്റ്. എനിക്കപ്പോ പിന്നെ വിളിക്കാനുള്ള ആ മടി അങ്ങ് മാറി. അല്ലെ നമ്മള് മീരാന്നൊക്കെ വിളിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടല്ലോ, അതങ്ങ് മാറി. പിന്നെ നമ്മള് ഫ്രണ്ട്സ് ആകുമ്പോ ഉള്ള ഗുണം എന്ന് വെച്ചാല്, നമ്മളിപ്പോ ഈ നമ്മുടെ വീട്ടില് നമ്മൾ കണ്ണാടി നോക്കി പറയുമ്പോ എങ്ങനെ നമുക്ക് ഒരു പേടിയോ ഒന്നും വരത്തില്ലല്ലോ, അതേ ഒരു ഫീലിലോട്ട് ആ സോണിലോട്ട് എത്തി. പിന്നെ പൊതുവെ ഞാൻ പറഞ്ഞ കേട്ടിട്ടുണ്ട്, ഇപ്പം സെറ്റില് സീനിയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവര് പണ്ട് അഭിനയിച്ച കഥകള്, ആ സിനിമയത്തെ കഥ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വിദേശിച്ചെടുത്ത് ഞാൻ ചോദിക്കും. ഞാന് മറ്റേ വിനോദയാത്രയുടെ കാര്യം, പിന്നെ മമ്മൂക്കയുടെ ഒരേ കടയില്, പിന്നെ ലാലേട്ടൻ ഇത്, പിന്നെ തെലുങ്കിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലോ, പവൻ കല്യാണം, ഇതൊക്കെ ഞാൻ ഇതല്ല എപ്പോഴും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യും. പിന്നെ ഒരുപാട് ഡയറക്ടേഴ്സിന്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഇപ്പം മണിരത്നം സാറ്, നമ്മുടെ ഇവിടെ തന്നെ സത്യൻ സാറ്, എല്ലാ മെയിൻ ഡയറക്ടേഴ്സിന്റെ കൂടെ ചെയ്തതാണ്. അപ്പൊ ഞാൻ അതൊക്കെ ഇങ്ങനെ ചോദിക്കും, ഉറപ്പായിട്ട് അവർക്ക് ഇഷ്ടം അതൊക്കെ പറയാം. അപ്പൊ അതൊക്കെ പറഞ്ഞു. അങ്ങനെ കേട്ട കഥകളിൽ ഏതെങ്കിലും ചിരിച്ച് അല്ലെങ്കിൽ ഓർമ്മയുള്ള എന്തെങ്കിലും ഉണ്ടോ? അല്ല, എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട് ചില തമിഴ് സിനിമയിലൊക്കെ ചില നേരത്തെ അഭിനയിക്കുമ്പോ ഇവിടത്തേക്കാ കൂടുതൽ മീറ്ററിൽ വേണം പെർഫോം ചെയ്യാൻ. അപ്പൊ അവിടെ തമിഴ് പടം വരുമ്പോ തന്നെ പേടിയാ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ഈ നാച്ചുറൽ പരിപാടി പിടിച്ചിട്ട് ഒരു 2-3 കട്ടയ്ക്ക് മേലേക്ക് ചെയ്യാൻ പറയുള്ളൂ. അതൊക്കെ പറയുന്നത് നമുക്ക് ശരി. ഞാൻ ഡയറക്ടറിന്റെ പേര് പറയില്ല. ഇപ്പൊ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു കഥ അശ്വിൻ തേടി എത്തുമ്പം ഇത് ഞാൻ ചെയ്യാമെന്ന് തീരുമാനിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അത് എന്തൊക്കെയാണ്? ഒന്ന്, എന്നെ തേടി എത്തുന്ന കഥകൾ എന്ന് പറയുന്നത് തന്നെ ചിലപ്പോൾ അവർ ഒരുപാട് എല്ലാവർക്കും വലിയ സ്വപ്നമാണല്ലോ, വലിയ ബംഗ്ലാവ് വേണമെന്നായിരിക്കും, പിന്നെ ആയിരിക്കും അവർ വാടക വീട്ടിലോട്ട് എത്തുന്നത്. അതുപോലെ തന്നെ ഒരുപാട് സ്വപ്നങ്ങളായിട്ടായിരിക്കും എൻ്റെ പിന്നെ വരുന്നത്. ആ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് കൊതിച്ചായി ഇൻഡസ്ട്രി പരിപാടിയിലോട്ട് വന്നത്. എന്തോ ഒരു നമ്മുടെ ആ പ്രയത്നത്തിനായിരിക്കും നമുക്ക് ചില ഇങ്ങനെ സിനിമകൾ വരുന്നത്. അപ്പൊ എനിക്ക് ഒരാളോട് വരുന്ന പ്രൊഡ്യൂസറിനോട് അവരോട് വന്ന് എനിക്ക് കള്ളത്തരം പറയാൻ പറ്റത്തില്ല. ഇത് പൊളിയാ ചേട്ടാ, നമുക്ക് ഈ പടം ചെയ്യാം, ഇത് ഹിറ്റാ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ചുമ്മാ ഒരു പടം 1, 2, 3 കൂട്ടുന്നതിലും ഇതില്ല. നമുക്ക് തോന്നാം, കാരണം നമ്മൾ നാളെ അത് എസ്സും പറഞ്ഞു,
നാളെ ഒരു കഷ്ടപ്പെട്ടായിരിക്കും ആ പടം ചെയ്യാൻ വരുന്നത്. അതെ. നമ്മൾ എസ് മൂളിയിട്ട് അത് ചെയ്യുമ്പോൾ വേറെ ഒരാളുടെ പൈസ അല്ലേ പോകുന്നത്. അപ്പൊ അത് ഞാൻ ഭയങ്കരമായിട്ട് നമ്മൾ എഴുത്തും കൂടി ഉള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കാറുണ്ട്. പിന്നെ ആ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ ഉറപ്പായിട്ട് ഞാൻ പിന്നെ അതിന്റെ സ്ക്രിപ്റ്റ് റീഡിങ്ങും 2-3 തവണ അത് സ്ക്രിപ്റ്റും പരിപാടിയും പിന്നെ ആ ടീമായിട്ട് ഞാനും പിന്നെ അവരുടെ ഞാൻ ഇപ്പം ആ എ ഡി ടീമിൽ ഞാനും കാണും. അങ്ങനെ ആയിരിക്കും അതിന്റെ ഒരു ശരി. അപ്പം അത് ആദ്യം നോക്കുന്നത് നമുക്ക് നമ്മളൊക്കെ അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമുക്ക് അല്ല, അത് എനിക്കൊരു കഥ എങ്ങനെ കണ്ടാന്ന് വെച്ചാൽ അതാണ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും പുതിയ പരിപാടി എന്നത്തെ കിടപ്പുണ്ടോ ഞാൻ പറഞ്ഞില്ല. പിന്നെ ഞാൻ അപ്പോഴും ഞാൻ പറയുന്നതാണ്, എനിക്ക് വൈവിധ്യമാർന്ന സ്ക്രിപ്റ്റുകളൊന്നും വന്നിട്ടില്ല. വരുന്നിടത്തു നിന്നാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അതെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിച്ചിട്ടുള്ളത് മേ ബി കളർപ്പടം എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം. അത് അത്രയും ഹിറ്റായ ഒരു ഷോർട്ട് ഫിലിം അല്ലേ? അതിലേക്ക് എങ്ങനെയാ എത്തി? അതിപ്പോ അവന് ഞാനും പിന്നെ ഹാസ് ഞാനും ഞങ്ങളെല്ലാരും ഒരു ടീമാണല്ലോ. അപ്പം കോവിഡ് ആയിരുന്നപ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ബംഗ്ലാവൊന്നും പറ്റില്ലല്ലോ നമുക്ക് ചെയ്യാൻ. അപ്പോഴത്തേക്കും ഞങ്ങൾ ഈ പറയുന്ന പോലെ ഓക്കെ നമുക്കൊരു ഷോർട്ട് ഫിലിം പിടിക്കാൻ പരിപാടി, ഇപ്പൊ ഒരു ഷോർട്ട് ഫിലിമിനുള്ളൊരു സ്കോപ്പ് നമുക്ക് അന്ന് തോന്നി. അപ്പൊ നമ്മൾ ഓർത്തതെന്ന് വെച്ചാൽ ഈ ഷോർട്ട് ഫിലിമിന് വരുന്ന ത്രില്ലർ സാധനം ഇതൊന്നും ഇല്ലാതെ നമുക്കൊരു ഈ കളർഫുൾ ഒരു പരിപാടി പിടിക്കാം. അന്ന് ചുമ്മാ കുറച്ച് പാട്ട്, കുറച്ച് ഡാൻസ്, കഥയൊന്നും ഇല്ല, ചുമ്മാ ഒരു പരിപാടി എന്ന് പറഞ്ഞാ. അപ്പൊ അവനൊരു കഥ വന്നു, അവനപ്പ ഒരു ദിവസം വീട്ടിൽ വന്ന് ഒരു കഥ പറഞ്ഞു, മറ്റേ എന്താ ഇങ്ങനെ ഫോട്ടോഗ്രാഫർ ഇത് വരുന്നു, എന്നിട്ട് അവസാനം ഇത് പറ്റുന്നു, മികച്ച ലോജിക്കുള്ള പരിപാടി, രസമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം ഇതാണ്, പക്ഷെ നമ്മൾ ആളുകളെ കാണുമ്പോ അതൊരു രസകരമാക്കണം. അത് നാസ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറിന്റെ ഒരു ഗുണം കൂടിയാണ്. എന്ന് പറഞ്ഞാൽ അവന് ഈ പറയുന്ന അവന് ഭയങ്കര കൊതിയുണ്ട്, അവനിങ്ങനെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഞാനും ഇതേ ഒരു മൈൻഡാണ്. അപ്പോഴത്തേക്കും ഞങ്ങൾ അങ്ങനെയാണ് നമ്മുടെ ഈ പടത്തിൽ തന്നെ ഏണേകോണെ പാട്ട് ജോയൽ ജോൺസ് അനുരാഗത്തിന്റെ ജോയലാണ് ഞങ്ങളുടെ ടീമിലെ ഒരു മ്യൂസിക് ഡയറക്ടർ. അപ്പൊ ജോയൽ ഇങ്ങനെ ഒരു പാട്ട്, ജോയൽ ഒരു അടിപൊളി അവിടെ കേൾക്കുമ്പോൾ തന്നെ വർക്കാവുന്നു. അപ്പൊ അവനൊരു പാട്ട് ഉണ്ടാക്കി, പാട്ട് അടിപൊളിയായിരുന്നു. അപ്പൊ പിന്നെ ഈ മമിതേനെ എനിക്കറിയാം, എൻ്റെ അശോകൻ ചേട്ടൻ ഡയറക്ട് ചെയ്തൊരു സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അതില് മമിത ആയിരുന്നു എന്റെ പേരായിട്ട് അഭിനയിച്ചത്. എനിക്കൊന്ന് 10ാം ക്ലാസ് പഠിക്കും ആ സമയത്തായിരുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് മമിതേനെ അറിയാം. അപ്പം ഇവൻ ഇങ്ങനെ എന്നോട് പറഞ്ഞേടാ നമുക്ക് മമിത അറിയില്ല, നമുക്ക് ചുമ്മാ ചോദിച്ചു നോക്കാം. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചു, അപ്പൊ അവള് പറഞ്ഞു ചേട്ടാ കേൾക്കാമെന്ന് പറഞ്ഞു. കേട്ടു, ഓക്കെ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞ് എല്ലാം പെട്ടെന്ന്. നമ്മൾ ഇതൊരു നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നന്നായിട്ട് ചെയ്യാൻ നോക്കും. നമ്മളത് ഇത്ര ഒരു മില്യൺ അടിക്കും ഇത്രയും പോകുന്നൊന്നും ഓർത്തില്ല. പക്ഷെ അത് അങ്ങനെ അങ്ങ് 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരൊറ്റ പോക്ക്. ഇപ്പോഴും അതിന്റെ കട്ട്സ് വരാറുണ്ട്. അതെ, ഇപ്പോഴും റീൽസില് അതിന്റെ ഓരോരോ ഡയലോഗുകള്, അപ്പൊ അതിലെ എക്സ്പ്രഷൻസും അതിൽ കുറെ ഇങ്ങനെ ഇപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ഞാനിങ്ങനെ സംസാരിച്ചപ്പോ എൻ്റെ അടുത്ത് പറയുന്നു, എല്ലാം ഇപ്പൊ നിവിൻ പോളിയും വിനീത് ശ്രീനിവാസനും എല്ലാം ഉണ്ടായ ഒരാളാണ് അശ്വിൻ. അങ്ങനത്തെ കമന്റ്സ് കുറെ കേട്ടിട്ടുണ്ടോ? ഞാനത് കാണാറുണ്ട്. നിങ്ങളെ കുറെ വീട്ടിൽ നിന്ന് വന്ന പോലെ എല്ലാവരും ഒരേപോലെ ഇരിക്കും, അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഒരു ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനത് എന്താ വെച്ചാല് എനിക്ക് തോന്നുന്നത് ഈ ഫേസ് കട്ട് എന്താ ഈ താടിയുടെ അങ്ങനത്തെ ഒരു ഏരിയ ആണ് ഇതിന്റെ ഈ ഇത് പറയുന്നത്. ഞാനതിന് വളരെ നമ്മളതൊരിക്കലും ഒരു ഇങ്ങനത്തെ ഒരു രീതി പിടിക്കാന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്നതല്ല. സ്വാഭാവികമായിട്ടും ഒരു സിമിലാരിറ്റി ഉണ്ട്, ഈ ഫേസ് സിമിലാരിറ്റീസ്. പിന്നെ എനിക്ക് കിട്ടുന്ന പേരുകൾ രോഹിത് ശർമ്മ ഇടയ്ക്ക് വരും. ഈ അടുത്തുള്ള എന്റെ ഇത് രോഹിത് നിങ്ങൾ സിനിമയിലെ പറഞ്ഞു രോഹിത് ശർമ്മയുടെ പറയാറുണ്ട്. പിന്നെ പറയുന്നത് നമ്മുടെ ഈ യദു ആക്ടർ യദു ഇല്ലേ, പണ്ടത്തെ നമ്മുടെ ഞങ്ങൾ അസ്വസ്ഥരാണ് മറ്റേ മമ്മൂക്കയുടെ പടമില്ലേ, അപ്പൊ ആ പുള്ളി കട്ട് പറയാൻ അങ്ങനെ കുറെ ആളുകളുടെ അതെന്താ പറയാ, എന്നെ അറിഞ്ഞറിഞ്ഞല്ലേ വരുന്നുള്ളൂ. കുറച്ചാള് കഴിയുമ്പോഴേ എന്റെ ഫേസ്. അതെ, ഇപ്പം VKP എന്താ പറയാ അശ്വിനെ വിളിച്ചു എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പം സാറിന്റെ കൂടെ ഒരു വർക്ക് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? സാറിന്റെ ഒരു ഏറ്റവും വലിയ എനിക്ക് ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ചാൽ സാറ് ഒന്നിലും തൃപ്തനാകത്തില്ല. അത് പ്രത്യേകിച്ച് നമ്മുടെ പെർഫോമൻസുകൾ വരുമ്പം സാറ് നമ്മളിൽ നിന്ന് കൂടുതൽ ആഗ്രഹിക്കും. അത് നല്ലതാ. അപ്പൊ നമുക്ക് കുറെ ചാലഞ്ചസ് ഉണ്ട്, ഇത് വേണം എന്നാൽ ഇത് പാടില്ല. ഇങ്ങനെ പറയുമ്പോൾ നമ്മളുടെ ബ്രെയിൻ സ്വാഭാവികമായിട്ട് ചിന്തിക്കും. ആക്ടറിന് ഇന്റലിജൻസ് വർക്ക് ചെയ്യുന്ന ചിലപ്പോ അപ്പം അങ്ങനത്തെ ഒരു ഡയറക്ടറാണ്. നമ്മൾ ചിലപ്പോൾ അഭിനയൊന്നും കാണിച്ചു തരത്തില്ല, ഇങ്ങനെ എന്ന് പറയത്തില്ല.
പക്ഷെ നമ്മളെ ആ സോണിലോട്ട് എത്തിക്കും. അത് Okay. അടിപൊളിയാണ്. എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അതുപോലൊരു ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്ത്. അങ്ങനത്തെ എനിക്ക് കൂടുതൽ പടങ്ങൾ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. ഇപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് പോയിട്ടുള്ള അല്ലെങ്കിൽ എടുത്ത സീനോ അങ്ങനെ ഷൂട്ട് ചെയ്ത എന്തെങ്കിലും ഉണ്ടോ? കുറെ റീടേക്കുകൾ പോയിട്ടുള്ളേ? റീടേക്കുകൾ ഉറപ്പായിട്ടും റീടേക്ക് ഉണ്ടാവും. ഞാൻ അതിനകത്ത് വേറെ സംഭവം വെച്ചാൽ ഈ ഇതിന്റെ റൈറ്റർ ഉണ്ട്, ആശിഷ് സാറിന്റെ അസോസിയേറ്റ് ആണ്. അപ്പൊ ഇവനും ഞാനും ഞങ്ങള് വേറെ നമ്മുടെ ഈ ഒരു വേറെ ഒരു വൈബാണല്ലോ. അപ്പൊ അവന് ഞാനുള്ളത് വെച്ചാൽ ഫസ്റ്റ് ടേക്ക് ഞങ്ങൾ എപ്പോഴും ഒരു ടി ടേക്ക് എന്ന് പറയും, തെറി ടേക്ക്. ശരി. പറഞ്ഞാൽ നമ്മളൊരു സാധനം കൊടുക്കും, ചിലപ്പോ സാറിന് ഇഷ്ടപ്പെടും, ചിലപ്പോ എന്താ നിനക്ക് ശമ്പളം തരില്ല അങ്ങനെ പറയും. ചില സാറിന് അത് വാവ് സൂപ്പർടാ എന്നൊക്കെ പറയാം. അപ്പൊ ഞാൻ ഈ ടേക്കിന്റെ ഇത് നോക്കാറില്ല നമ്മള്. കാരണം അതിപ്പോ കാണുന്ന ഇപ്പൊ ആക്ടേഴ്സ് ആയിട്ട് വരുന്നവരോടാണെങ്കിലും ഈ പണ്ടായിരുന്നു മറ്റേ ഈ ഫിലിമിൽ വരുമ്പോഴാണ് നമ്മൾ ഈ ഒറ്റ ടേക്കിൽ എടുക്കുന്ന പരിപാടി. കാരണം അന്ന് ഫിലിം പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും അതിന് നോക്കും. ഇന്ന് നമുക്ക് ഈ ഡിജിറ്റലും ഇത് വന്നേക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് പെർഫോമൻസിൽ തന്നെ പല പല വേരിയേഷൻസ്, ഓരോ ടേക്കും നമുക്കുള്ള ചാൻസ് ആണ് നമ്മുടെ ഇത് പെർഫോം ചെയ്യാൻ. ഞാൻ ഈ ടേക്കിന്റെ എണ്ണം ബേസിക്കലി ചിന്തിക്കാറില്ല. പിന്നെ ഇതാണ് ഈ ഒരു പോക്കിൽ ചെയ്യും. കൂടുതൽ ടേക്ക് എടുത്തോന്ന് വെച്ചാൽ ഞാനിപ്പോ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു കള്ളം പറയുന്ന ഒരു കള്ളം പറയുമ്പോൾ വെച്ചാല് നമ്മളിത് അപ്പുറത്തെ ആളിനോട് കള്ളം ഇപ്പൊ നമ്മൾക്ക് വേണം മറ്റേ രീതി ചെയ്യാം, ഞാൻ കള്ളം പറയുവാണേ എന്നുള്ള രീതിയിൽ അഭിനയിക്കാം. പക്ഷെ അത് അപ്പുറത്തെ ക്യാരക്ടർ മണ്ടനായി എന്നുള്ള രീതിയിലല്ലേ നമുക്ക് വരുന്നത്. അതും വരാൻ പാടില്ല. ഇതിന്റെ രണ്ടിന്റെ ഒരു ഇടയിൽ വരണം. അങ്ങനത്തെ ചില സീക്വൻസ് ഒക്കെ വരുമ്പോ പറയുന്ന പോലെ അത് നമുക്കും തോന്നും, നമുക്കും പറയും. ഇപ്പൊ ഈ സിനിമയിൽ ഈ മറ്റേ നാട്ടുകാരും ഓഫീസിലെ ആളുകൾ വീട്ടുകാരൊക്കെ ഇങ്ങനെ എന്താ പറയണ്ടേ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ ചോദിക്കുന്ന കുറെ സീനുകൾ ഉണ്ടല്ലോ. ഇപ്പൊ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിലും സൊസൈറ്റി എന്ത് ചോദിക്കുന്നു, അവർക്ക് എന്ത് തോന്നും എന്നുള്ളതാണ് എപ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും മൈൻഡിൽ പോണേ. അപ്പം ഏറ്റവും കൂടുതൽ അങ്ങനെ ചുറ്റുള്ള ആളുകൾ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം അല്ലെങ്കിൽ അച്ഛൻ ഫേസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ചോദ്യം അങ്ങനെ ഉണ്ടോ? ആക്ടർ ആവാൻ പറ്റത്തില്ല എന്ന് തന്നെയുള്ള ചോദ്യങ്ങളാണ് എപ്പോഴും ചോദിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും എന്നെ ഇടയ്ക്ക് ഞാൻ ഇപ്പോഴും എന്റെ സിനിമ വരുമ്പോ ചിലപ്പോ താഴെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇവനൊക്കെ പടം കിട്ടിയ ഇവനൊക്കെ അങ്ങനെ ചോദിക്കാറുണ്ട്. ബട്ട് സി അവരെ കുറ്റം പറയാനില്ല, അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാനിങ്ങനെ ചെയ്തോണ്ടിരിക്കും. അതിങ്ങനെ ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്ക് ഓക്കെ ആയിക്കോളും. ഞാൻ പറഞ്ഞത് അത് ഇങ്ങനത്തെ ഇപ്പം നമ്മളോട് ആളുകൾക്ക് എന്താന്ന് വെച്ചാല് എപ്പോഴും മനുഷ്യന്റെ പൊതു സ്വഭാവമാണ്. എല്ലാ മനുഷ്യനും ഒരാളെ ഇങ്ങനെ ആവണം എന്നുള്ളൊരു നമ്മൾ തന്നെ ഇമാജിൻ ചെയ്ത് വെക്കും, ഇത് മതി, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെയാണ് പോകേണ്ടത്. അതല്ലാതെ ചെയ്യുന്ന ആർക്കും വരും ഈ ചോദ്യം. സത്യം. ഈ സിനിമയില് സുനിലിനോട് ചോദിക്കുന്ന ചോദ്യം അവന്റെ കയ്യിരിക്കും. പിന്നെ അടുത്ത ചോദിക്കാനുള്ളത് ട്രാൻസ്ഫോർമേഷനെ പറ്റിയിട്ടാണ്. ഒരു ഭീകര ട്രാൻസ്ഫോർമേഷന്റെ ഫോട്ടോസ് ഇതൊക്കെ കണ്ടു. അപ്പം അതിനെ പറ്റി പറയൂ. അത് ഓക്കെ, ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. എനിക്ക് വെറൈറ്റി ഭക്ഷണം കഴിക്കുന്ന ആളാണ്. ഫുഡിന്റെ അളവ് കൂട്ടുക എന്നുള്ളതല്ല, എനിക്ക് പല തരത്തിൽ ഭക്ഷണം കഴിക്കും. ഭക്ഷണവും ഇമോഷൻസും എനിക്ക് ഭയങ്കര, എൻ്റെ ഇമോഷനും ഭക്ഷണവും ഒക്കെ ആയിട്ട് ഭയങ്കര റിലേറ്റഡും കൂടിയാണ്. പക്ഷെ നമുക്ക് ഈ സിനിമ വരുമ്പോൾ ചില സിനിമകളിലെ ചില ക്യാരക്ടേഴ്സിന് നമ്മൾ ഈ കുറച്ച് വെയിറ്റ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ ആ വെയിറ്റ് ഫുൾ നമ്മുടെ പെർഫോമൻസിൽ വരും. നമുക്കൊന്ന് ഫ്രീ ആവണം. ഇതൊക്കെ അവനാണ് നമ്മൾ ഈ ആ സമയം വരുമ്പോൾ ഞാൻ ഈ ഡയറ്റ് പരിപാടി എപ്പോഴും പ്രശ്നം വെച്ചാൽ പെട്ടെന്നായിരിക്കും നമ്മളൊരു സിനിമയിൽ പറയുന്നത് ഇന്ന ഡേയ്സ് കൊണ്ട് ഇത്ര ഡേയ്സ് ആയിരിക്കും എന്ന് പറയും. അപ്പം നമ്മൾ കുറച്ച് ഹാർഡാകും. പറ്റും, അത് നല്ലതാണെന്ന് പറയുന്നില്ല. പക്ഷെ എന്നാൽ കൂടി ഞാൻ അതിൻ്റെ നമുക്ക് ശരീരത്തിന് പ്രശ്നം വരാത്ത രീതിയിലുള്ള, ഞാൻ പ്രോട്ടീൻ എക്സ്ട്രാ മറ്റേ മരുന്നുകളൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. എൻ്റെ സാറുണ്ട്, എൻ്റെ യോഗ സാറാണ് മുകുന്ദൻ സാർ എന്ന് പറഞ്ഞ സാറ്. സാറിൻ്റെ ജിമ്മാണ്, അവിടെയാണ് സാറാണ് എന്നെ ഇതെല്ലാം ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. സാറിനും കുറേ നിർബന്ധങ്ങളുണ്ട്, ഇങ്ങനെ പാടുള്ള. പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും എൻ്റെ വർക്കൗട്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും. ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്താൽ പോലും എന്നാലും കുറച്ച് ഇങ്ങനെ വെക്കും. കാരണം ബോഡി എപ്പോൾ വേണേലും നമുക്ക് മാറണം, കൂടണം, കുറയ്ക്കണം എന്നുള്ള രീതിയിൽ ഞാൻ എപ്പോഴും വെക്കും. ഓക്കെ. അപ്പം ഈ ഒരു ജേർണി ഉണ്ടല്ലോ, മറ്റേ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ പറയണേ, ഈ ജേർണിയിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യം എന്തായിരിക്കും? എളുപ്പമല്ല, ഒന്നും എളുപ്പത്തിലൊന്നും നടക്കത്തില്ല. ഇപ്പം ഞാൻ ചിലപ്പോൾ ഒരു 20 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 25 ദിവസം കൊണ്ടൊക്കെ ചിലപ്പോൾ ഞാൻ വണ്ണം കുറയ്ക്കും. പക്ഷെ അങ്ങനെ ഞാൻ വണ്ണം കുറയ്ക്കുന്ന വെച്ചാൽ എൻ്റെ ബോഡിയിൽ മസിൽ മെമ്മറി ഉള്ളത് കൊണ്ടും ഞാൻ ആ രീതിയിൽ ഒരു മെയിൻറ്റെയിൻ ചെയ്യും. ഞാൻ ഓവറായിട്ട് പോകത്തില്ല. പോകുമ്പോൾ തന്നെ ഞാൻ വീണ്ടും എൻ്റെ ബോഡീനെ തിരിച്ചു വെക്കും.
അതുകൊണ്ടാണ് എനിക്ക് ചിലപ്പോൾ പെട്ടെന്ന് അത് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ഈ ഇതിൽ കാണുന്ന പോലെ പെട്ടെന്ന് ആൾക്കാർ ഇത്ര ദിവസം കൊണ്ട് ഇതാക്കാം അങ്ങനെ വരരുത്. നമ്മുടെ മൈൻഡിൽ അത് ഫിക്സ് ചെയ്യണം. നമ്മുടെ മൈൻഡിൽ ഒരു സ്ട്രെങ്ത് ഉണ്ടാക്കി എടുക്കണം. നോ പറയണം, ഇത് ചെയ്യണമെന്നൊക്കെ. അതാ ഞാൻ എൻ്റെ ഈ കോവിഡ് ടൈമിലൊക്കെ ഉള്ള സമയത്ത് ഞാൻ 2 തവണ വണ്ണം കുറച്ചിട്ടുണ്ട്. ഇങ്ങനെ ഡയറ്റ് എടുത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. കോവിഡ് സമയത്ത് ബേസിക്കലി നമുക്ക് ആർക്കും പണിയില്ല അല്ലേ. പക്ഷേ ആ സമയത്ത് പോലും ഞാൻ അത് ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് ഈ മെന്റലി എൻ്റെ മൈൻഡ് അങ്ങനെ വെക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങനെ ചെയ്യും, വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കും. കാരണം പെട്ടെന്ന് ഒരു നിമിഷം എനിക്ക് ഇത് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ വേണം, അതിന് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പം ഒന്നും എളുപ്പമല്ല, എല്ലാത്തിനും ഇതേപോലെ കൺസിസ്റ്റൻസിയോടെ പതിയെ കാര്യങ്ങൾ ചെയ്യാം. ഇപ്പം എന്താ പറയാ, എല്ലാവരുടെയും പോകുമ്പം ഈ ചോദ്യങ്ങൾ കേൾക്കുന്നുണ്ടാകും. ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയം ആയിട്ടിരിക്കുന്ന ഇപ്പൊ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ പല സംഭവങ്ങളും ഇങ്ങനെ ചർച്ചാ വിഷയം ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം നിങ്ങളിപ്പോ സിനിമയിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ യങ് ആയിട്ട് പുതിയ ചവിട്ടുപടികൾ കയറി വരുമ്പം ഇതിനോടൊക്കെയുള്ള ഒരു റെസ്പോൺസ് എന്തായിരിക്കും? അല്ല, എനിക്ക് അതിലൊരു ഭയങ്കര ഒരു കാര്യമുണ്ട്. ഇപ്പം ഇത് കണ്ടിട്ട് ഇനിയിപ്പം കുറെ വീട്ടുകാരും എല്ലാവരും ഈ സിനിമ ഇതാണ് പ്രശ്നമാണെന്ന് പറഞ്ഞ് അവരുടെ ടാലന്റിനെ കെടുത്തരുത് എന്നുള്ളതാണ്. ഉറപ്പായിട്ടും എല്ലാ മേഖലയിലും ഇതുണ്ട്. സിനിമയിൽ ഇതിനെപ്പറ്റി ഒരു ഇങ്ങനെ വന്നതും അതുകൊണ്ട് നന്നായി. ഇത് സിനിമയിൽ നിന്നാണല്ലോ അത് ഫസ്റ്റ് ഇത് വന്നത്. ഈ മൂവ്മെന്റ് എല്ലായിടത്തും വരണം. എല്ലായിടത്തും ഇത് സംഭവിക്കുന്നുണ്ട്. ഇത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ ഈ പേരിൽ ലൈക്ക് എനിക്ക് തോന്നുന്നു ഇപ്പൊ തന്നെ സിനിമയുടെ പുറകെ നടക്കുന്ന ഒരുപാട് പിള്ളേരോട് അവരുടെ വീട്ടുകാർ ഇപ്പൊ പറഞ്ഞു തരും, കണ്ടോ ഇതാണ് സിനിമ, കണ്ടില്ലേ അങ്ങനെ. പക്ഷെ ഇപ്പൊ ഞാനിപ്പോ എൻ്റെ സെറ്റിൽ പറയാം, എൻ്റെ സെറ്റിലുള്ളവരെല്ലാവരും എൻ്റെ സിനിമ ഞാൻ ചെയ്ത ആ പടത്തിലെ സെറ്റിൽ എല്ലാവരും ഭയങ്കര സുരക്ഷിതമായിട്ട് ആ സെറ്റിലിരുന്നത്. എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ ആ സെറ്റിൽ നിന്ന് എല്ലാവരും ഇറങ്ങുമ്പോൾ ഈ സെറ്റ് മിസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ്. അപ്പം നല്ല സുരക്ഷിതമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇവിടെ. പിന്നെ ഇതുപോലുള്ളത് വരുന്നുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം, കണ്ടെത്തണം. അത് അന്വേഷിച്ച് ഇപ്പം രാജുവേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഈ ടി വിയിൽ മാധ്യമത്തിൽ പറയുന്നത് ശരിയാക്കരുത്. ഇന്ന ആൾ എല്ലാം വരട്ടെ. കാരണം ഇപ്പൊ ഇന്നലെ പറഞ്ഞ ആള് പറയുന്ന ആളെ ഇതല്ലാന്നും പറയുന്നു, അങ്ങനെയും വരുന്നുണ്ട്. ഇതെല്ലാം തെളിഞ്ഞു വരണം, അതിനൊക്കെ ശിക്ഷ കൊടുക്കണം. ഇതെല്ലായിടത്തും ഇത് വരുവാനാണ്. നല്ല കാര്യമാണ്, നല്ലതാണ്. ഈ മൂവ്മെന്റ് നല്ലതാണ്. ഇതെല്ലായിടത്തും വരട്ടെ. തീർച്ചയായിട്ടും. അപ്പം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ പാലും പഴവും സിനിമയെ പറ്റി എന്താണ് പറയാനുള്ളത്? പാലും പഴം സിനിമ ഒരു എന്റർടൈനർ ആയ ഒരു സിനിമയാണ്, ഒരു റോം കോം സിനിമ. ഒരു എപ്പോഴും ഇങ്ങനത്തെ ഒരു കഥ എപ്പോഴും വരുന്നതല്ല. ഇത് ഇങ്ങനത്തെ കഥ ഇപ്പൊ ചെയ്യാൻ ഇത്ര ധൈര്യത്തിൽ ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിന്റെ കാഴ്ചപ്പാട് തന്നെയാണ്. ആളുകൾ മാറി, ആളുകൾ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഒരുപാട് ഫാമിലി ഓഡിയൻസ് ഈ സിനിമേനെ കൈയടിച്ച് സ്വീകരിക്കുന്നുണ്ട്. അത് നമ്മുടെ സമൂഹത്തിന്റെ മാറ്റവും കൂടിയാണ്. സോ ഒരു നല്ലൊരു എന്റർടൈനർ നിങ്ങൾക്ക് ഈ സിനിമയിലുണ്ട്. കുറെ കാര്യങ്ങളും പഠിച്ചിട്ട് പോവാം. അതെ, അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പം ഇനിയും ഇഷ്ടംപോലെ സിനിമകളും ക്യാരക്ടേഴ്സും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.